Hi, welcome to Lash Class. BA സെക്കൻഡ് സെമിസ്റ്റർ AEC ഫോർ ലിറ്ററേച്ചേഴ്സിലെ റൈറ്റിംഗ് ഇൻ സൈബർ സ്പേസ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സൈബർ സ്പേസിൽ റെസ്പോൺസിബിൾ ആയിട്ട് ഇടപെടേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടും അതെങ്ങനെ ഉറപ്പുവരുത്താം എന്നീ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. The passage explains that people today live with two identities, one in the real world and another in cyberspace. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഒന്നിൽ കൂടുതൽ ഐഡൻറ്റിറ്റീസ് ഉണ്ട്. ഒന്ന് അവരുടെ റിയൽ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, മറ്റൊന്ന് അവരുടെ സൈബർ സ്പേസിലെ ഐഡൻറ്റിറ്റി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പല ആളുകളുടെയും ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലും ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിടുന്ന പോസ്റ്റുകൾ, ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫിലെ നല്ല നല്ല മൊമെൻറ്റ്സ് മാത്രമായിരിക്കും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിചാരിക്കും ഇവരൊക്കെ എത്ര ഹൈ ലെവലിലാണ് ജീവിക്കുന്നത് വിചാരിക്കും. അപ്പോൾ നമുക്കറിയാം, പക്ഷെ അതായിരിക്കില്ല യാഥാർത്ഥ്യം. റിയൽ ലൈഫും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലൈഫും നമ്മൾ വ്യത്യാസം ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ രണ്ട് ഐഡൻറ്റിറ്റീസ് വരുന്നത് നമുക്ക് കാണാം. അതുകൂടാതെ തന്നെ ആളുകളുടെ ബിഹേവിയറിനകത്തും ഈ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കാം. റിയൽ ലൈഫിൽ ആളുകൾ സംസാരിക്കുന്ന രീതിയിലായിരിക്കില്ല ഒരു പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോയിട്ട് കമൻറ്റുകൾ ഇടുന്നത്, അതല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ആളുകളുടെ ക്യാരക്ടറിനകത്തൊക്കെ ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്തരത്തിലെ ആളുകൾക്ക് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് ഒരു ഐഡൻറ്റിറ്റിയും ലൈഫിൽ വേറെ ഐഡൻറ്റിറ്റിയും എന്ന രീതിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. ബിക്കോസ് ഓഫ് ദർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി ഓൺലൈൻ വേൾഡ്, പീപ്പിൾ ആർ ഓഫ്റ്റൻ കോൾഡ് നെറ്റിസൺസ്. ഇതുകൂടാതെ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടുന്ന ആളുകളെ നെറ്റിസൺസ് എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജ്യത്തിലെ ആളുകളെ നമ്മൾ സിറ്റിസൺസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ സോഷ്യൽ മീഡിയയിലെ ആളുകളെ നെറ്റിസൺസ് എന്നാണ് വിളിക്കുന്നത്. Cyberspace functions like a global society where individuals from different regions, cultures and languages interact freely. ഇനി സൈബർ സ്പേസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ സൊസൈറ്റി പോലെയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സംസ്കാരങ്ങളിൽ നിന്നും വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകളെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ ഈ ഒരു സൈബർ സ്പേസിനെ കാണുന്നത്. While this digital environment offers opportunities for communication and connection, it also creates challenges such as hate speech, trolling and insensitive behavior. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമുണ്ട്. നമുക്കറിയാം, ആളുകൾക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുകൂടെ തന്നെ കണക്ട് ചെയ്യാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ഇതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള വശങ്ങളുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സൈബർ സ്പേസിൽ നടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ ഹേറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇങ്ങനെ ആളുകളെ വെറുപ്പ് നിറഞ്ഞിട്ടുള്ള മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പേരിലോ ഒക്കെയുള്ള വിദ്വേഷങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ആളുകൾ ട്രോൾ ചെയ്യുന്നത്, പരിഹസിക്കുന്നത്, ഇതുകൂടാതെ ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ, അതായത് ഇപ്പോൾ ബോഡി ഷെയ്മിങ്ങോ അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞുള്ള റേസിസം ആയിട്ടോ അങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള രീതിയിലുള്ള ബിഹേവിയറൊക്കെയും ആളുകൾ ഇവിടെ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. Therefore, cyber literacy and awareness of online etiquette have become essential, especially for younger generations growing up in the age of social media. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ സൈബർ സ്പേസിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നമ്മളവിടെ എങ്ങനെയൊക്കെ എഴുതണം, പോസ്റ്റ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ആളുകൾക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ചും പുതിയ തലമുറയിലെ കുട്ടികളെല്ലാം അവർ ജനിച്ച് ചെറിയ പ്രായം മുതലേ തന്നെ ഈ ഫോണുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ട് വളർന്നു വരുന്നവരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അവയർനെസ്, ഒരു എഡ്യൂക്കേഷനൊക്കെ കൊടുക്കേണ്ടത് ആവശ്യമാണെന്ന് പറയുന്നു. Cyber etiquette refers to the unwritten rules that guide respectful and effective communication online. ഇനി സൈബർ എറ്റിക്വറ്റ് എന്ന് പറയുന്നത് അൺറിട്ടൺ ആയിട്ടുള്ള റൂൾസ് ആണ്. നമ്മൾ ഈ ഒരു സൈബർ സ്പേസിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് എങ്ങനെയൊക്കെ ചെയ്യണം, എന്തെല്ലാം ചെയ്യരുതെന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ്, ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ പറയും. ഇതൊന്നും ഒരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഭരണഘടനയിലുള്ള നിയമങ്ങളൊന്നും അല്ല, നമുക്കറിയാം. പക്ഷേ അത് നമ്മളൊരു ഗൈഡ് ലൈൻ എന്ന രീതിയിൽ നമ്മൾ കാണുന്നതാണ്. അതുപോലെയാണ് സൈബർ എറ്റിക്വറ്റ് എന്ന് പറയുന്നതും. നമ്മൾ സൈബർ സ്പേസിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് ഇവിടെ വരുന്നത്. Users should maintain a dignified and respectful tone, protect the privacy of others, organize their writing properly, and ensure that their replies are relevant to the topic under discussion. അതിൽ നമുക്ക് പ്രധാനമായിട്ടും 9 പോയിന്റുകളാണ് വരുന്നത്. ആദ്യം പറയുന്നത്, ഒന്ന് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ടോൺ, അതായത് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമ്മൾ സംഭാഷണത്തിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രൈവസി നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോ ഒക്കെ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവരോടൊന്നും ചോദിക്കുന്നുണ്ടായിരിക്കില്ല. നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ഫോട്ടോ പോസ്റ്റ് ചെയ്യേണ്ടതെന്നും ചോദിക്കാതെയൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ നമ്മുടെ ഫ്രണ്ട്സ് ഉൾപ്പെടുന്ന ആളുകളുടെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അവരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാരണം കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ ചിത്രമോ അല്ലെങ്കിൽ മറ്റൊരാളെ കുറിച്ചുള്ള വിവരങ്ങളോ ഒക്കെ നമ്മൾ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ അറിവോട് കൂടിയിട്ട് വേണം എന്നുള്ളതാണ് ഈ പ്രൈവസി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും നമുക്കറിയാം, നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോസ് നമ്മുടെ ഫ്രണ്ട്സ് പോസ്റ്റ് ചെയ്യുമ്പോഴൊന്നും ആരും ഇത്തരം കാര്യങ്ങൾ നോക്കാറില്ല. അപ്പോൾ അതിലൊക്കെ കുറച്ചുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി വേണം എന്നാണ് പറയുന്നത്. ദെൻ ഓർഗനൈസ് ദ റൈറ്റിംഗ് പ്രോപ്പർലി. പിന്നെ റൈറ്റിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് എഴുതുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് എവിടെ നമ്മൾ എന്ത് എഴുതുന്ന സമയത്തും അത് പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ചെയ്തുകൊണ്ട് എഴുതണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അതിൽ വരുന്നു. ദെൻ എൻഷുർ ദ റിപ്ലൈസ് ആർ റെലവൻറ്റ് ടു ദ ടോപ്പിക്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഡിബേറ്റിനകത്തൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് കമൻറ്റ് സെക്ഷനിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓരോ ഡിബേറ്റുകൾ നടക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് ഡിബേറ്റിലാണെങ്കിലും അവിടെ എന്ത് വിഷയത്തെക്കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വേണം നമ്മൾ അവിടെ ആ ഡിബേറ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താവുന്ന രീതിയിലൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് ഏത് കമ്മ്യൂണിക്കേഷനിലും വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. ദെൻ they should also avoid discriminatory jokes, body shaming, racism and other forms of offensive behavior. പിന്നെ മറ്റൊന്ന് പറയുന്നത് നമ്മൾ സെൻസിറ്റീവ് ആയിരിക്കണം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെ ബോഡി ഷേമിംഗ് ആയിട്ടോ റേസിസം ആയിട്ടോ ഉള്ള രീതിയിലുള്ള ജോക്സും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് പറയുന്നു. റെസ്പോൺസിബിൾ നെറ്റിസൺസ് മസ്റ്റ് വെരിഫൈ ഇൻഫോർമേഷൻ ബിഫോർ ഷെയറിംഗ് ഇറ്റ്, റിമെയിൻ അവെയർ ഓഫ് ദ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ്, ഷോ പേഷ്യൻസ് ടുവേർഡ്സ് അതേഴ്സ് and firmly reject cyber hate campaigns that can create social tensions and unrest. മറ്റൊരു കാര്യം സൈബർ സ്പേസിൽ നമുക്കറിയാം മിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ ഫേക്ക് ന്യൂസ് എന്നൊക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ സൈബർ സ്പേസിൽ ഒരുപാട് ഉണ്ടാവാം. അപ്പോൾ നമ്മളൊരു ന്യൂസ് അല്ലെങ്കിൽ പോസ്റ്റ് കാണുന്ന സമയത്ത് നമ്മളത് വെരിഫൈ ചെയ്യാതെ ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒഴിവാക്കണം. കാരണം ആളുകൾക്ക് എന്തും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളത് ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അത്തരം വാർത്തകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളും ഈ ഒരു ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് കൂടാതെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് റെസ്പെക്ട്ഫുൾ ആയിട്ട് പേഷ്യൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. പിന്നെ വേറൊരു കാര്യം വരുന്നത് ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻസ് ആണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതിയുടെയോ മതത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ ഒക്കെ പേരിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ പേരിൽ ഇതുപോലെ ഇങ്ങനെ ആളുകളെ ഇങ്ങനെ വെറുക്കുന്ന അല്ലെങ്കിൽ ഒരാൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു അഭിപ്രായം പറഞ്ഞു പിന്നെ അതിൻ്റെ പേരിൽ അവരെ പോയിട്ട് ഇങ്ങനെ കമൻറ്റ് ബോക്സിലേക്ക് പോയിട്ട് എല്ലാവരും കൂടിയിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നൊക്കെ പറയും. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മാന്യമായ പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സൈബർ എറ്റിക്വേറ്റിനകത്ത് പറയുന്നത്. The nature of cyber etiquette varies according to the context. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കണ്ടക്സ്റ്റിനനുസരിച്ചിട്ട് വ്യത്യാസമായിട്ട് വരും. ഇപ്പോൾ നമ്മൾ നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള റൂൾസ് ഒന്നും നോക്കിയിട്ടല്ല ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കുക. എന്നാൽ നമ്മളൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരാളോട് അല്ലെങ്കിൽ നമ്മൾ അത്ര പരിചയമില്ലാത്ത ഒരാളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു ഫോർമാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം നമുക്കറിയാം. അപ്പോൾ അതിലൊരു കണ്ടക്സ്റ്റ് അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. In formal settings such as business emails, academic discussions, webinars and government websites, users should employ proper salutations, formal language, correct grammar, clear formatting and professional titles. സ്വാഭാവികമായിട്ടും ഫോമലായിട്ട് വരുന്ന കാര്യങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വരുന്ന ഓൺലൈൻ കമ്മ്യൂണിക്കേഷനകത്ത് അത് മെസ്സേജ് ആവാം അല്ലെങ്കിൽ ഇമെയിൽ ആവാം. അത്തരം കാര്യങ്ങളിലൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ ഫോമൽ ആയിട്ടുള്ളൊരു സ്ട്രക്ചറിൽ വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതിനകത്ത് പ്രോപ്പറായിട്ടുള്ള സല്യൂട്ടേഷൻസ് വേണം. അതായത് നമ്മൾ സർ മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ഫോമൽ ലെറ്റേഴ്സിലൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ മിസ്റ്റർ മിസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. അതുകൂടാതെ തന്നെ ലാംഗ്വേജ് ഫോമൽ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക, ഗ്രാമർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഫോമൽ ആയിട്ടുള്ള സിറ്റുവേഷനകത്ത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഫോമൽ ലെറ്റർ ഇൻഫോമൽ ലെറ്റർ എന്നൊക്കെ പറഞ്ഞിരുന്ന അത്തരം സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. In informal settings such as social media, blogs, gaming communities and messaging applications, communication can be more conversational and friendly. ഇനി ഇൻഫോർമൽ സെറ്റിങ്സ് ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പരിചയമുള്ള നമുക്ക് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ബ്ലോഗുകളായിട്ടോ കമൻ്റായിട്ടോ മറ്റ് കമ്മ്യൂണിറ്റീസിലൊക്കെ ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമുക്കറിയാം ഫ്രണ്ട്ലി ആയിട്ട് കോൺവെർസേഷണലായിട്ട് നമുക്ക് അത്തരം കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ നടത്താവുന്നതാണ്.
Emojis, abbreviations, slang, and personal opinions may be used appropriately, provided they do not cause offense. അപ്പോൾ ഇത്തരം ഇടങ്ങളിൽ നമുക്ക് കറക്റ്റ് ഗ്രാമറും സ്പെല്ലിങ്ങൊന്നും കറക്റ്റായിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്ലാങ്, അബ്രിവേഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഇമോജീസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മുടെ ഒപ്പീനിയൻസ് ഒക്കെ നമുക്ക് പറയാം. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒഫൻസീവ് ആവരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ പറയാതിരിക്കുക എന്ന് മാത്രമാണ് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെറ്റിങ്ങിനകത്ത് നമ്മൾ നോക്കേണ്ടതുള്ളൂ. The passage also highlights the dangers of misinformation in cyberspace. പിന്നൊരു കാര്യം ഈ പാസേജിൽ ഡിസ്കസ് ചെയ്യുന്നത് മിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസിൻ്റെ ഒരു ഡേഞ്ചറിനെ കുറിച്ചിട്ടാണ്. ഇൻ ഇന്ത്യ, unverified messages and rumors are frequently circulated through social media and messaging platforms. ഇന്ത്യയിൽ നമുക്കറിയാം ഒരുപാട് ഇതുപോലെ അൺവെരിഫൈഡ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത് കാണാറുണ്ട്. പലപ്പോഴും നമുക്കൊക്കെ തന്നെ വാട്സപ്പിൽ അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് നമ്മൾ കാണാറുണ്ട്. False claims such as fabricated health warnings or misleading patriotic messages can spread rapidly and create confusion. അത് പലതരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് വരാറുണ്ട്. ഫാബ്രിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഹെൽത്ത് വാർണിങ്സ്, അതായത് ഒരു ഫ്രൂട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ടത്തരത്തിലൊരു ഫേക്ക് ന്യൂസ് വന്നത് നമുക്ക് ഓർമ്മയുള്ളതാണ്. അത് പറയുന്നത് ഫ്രൂട്ടി കമ്പനിയുടെ ഫാക്ടറിക്കകത്ത് ഏതോ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ ആ ഫ്രൂട്ടിക്കകത്ത് എയ്ഡ്സ് കലർന്നിട്ടുള്ള രക്തം കലർത്തി, അത് കാരണം കൊണ്ട് നിങ്ങൾ നാളെ മുതൽ ആരും ഫ്രൂട്ടി കഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള ഒരു മെസ്സേജൊക്കെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചിരുന്നു. ഒരു പക്ഷേ ആ കമ്പനിയോട് ദേഷ്യമുള്ള ആരെങ്കിലും ഒക്കെ പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. ആ എല്ലാ ഇന്ത്യക്കാരും മുഴുവൻ ആ പ്രൊഡക്റ്റ് വാങ്ങൽ നിർത്തി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അവസ്ഥ എന്താവും എന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിലുള്ള വ്യാജ വാർത്തകളുണ്ട്. പിന്നെ ഇതുപോലെ ജാതിയുമായിട്ടും മതപരമായിട്ടും ഒക്കെ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളൊക്കെ ഇന്ത്യയിൽ വ്യാപകമായിട്ട് വരുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളതൊക്കെ വളരെ ഡേഞ്ചറസ് ആണെന്ന് നമുക്കറിയാം. More dangerously, fake videos and messages have sometimes contributed to communal tensions and riots. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വംശീയമായിട്ടും മതപരമായിട്ടും ഒക്കെ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലുള്ള ഫേക്ക് ന്യൂസ് ഒക്കെ ആളുകൾ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ബേസിക്കലി നമ്മൾ പറയുന്നത് കാണുന്നതൊന്നും വിശ്വസിക്കരുത്, നമ്മളത് വെരിഫൈ ചെയ്തിട്ട് ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. Such irresponsible behavior threatens democratic values and disrupts both social harmony and the healthy functioning of the digital space. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം വളരെ ഡേഞ്ചറസ് ആണ്. കാരണം സമൂഹത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇത്തരം വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ, ഫേക്ക് ന്യൂസ് ഒക്കെ കാരണമാകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യത്തിനെ കുറിച്ചിട്ട് നമുക്ക് അവയർനെസ് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. A major concern discussed in the passage is cyberbullying, which includes online harassment, threats, hate speech, financial fraud, impersonation and cyber stalking. മറ്റൊരു കാര്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സൈബർ ബുള്ളിയിങ് ആണ്. സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത് ഓൺലൈൻ സ്പേസുകൾക്കകത്ത് നടക്കുന്ന ഹരാസ്മെൻറ്റ്സ് ആണ്. അത് പല രീതിയിലുണ്ടായിരിക്കാം. അതിനകത്ത് ത്രെറ്റ്സ്, ഭീഷണികൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹേറ്റ് സ്പീച്ച് ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഫ്രോഡുകൾ ഉണ്ടായിരിക്കാം. ഇനി ഇമ്പേഴ്സണേഷൻ, വേറൊരാളുടെ പേരിൽ വേറൊരാളാണെന്ന രീതിയിൽ ഫേക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് അവരെ മോശമായി ചിത്രീകരിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം. സൈബർ സ്റ്റാക്കിംഗ്, ഒരാളുടെ ഓൺലൈൻ ആക്ടിവിറ്റീസ് മുഴുവൻ സ്റ്റാക്ക് ചെയ്യുകയും അതിൽ നിന്ന് വിവരങ്ങൾ എടുത്തുകൊണ്ട് അയാൾ ഉപദ്രവിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു സൈബർ ബുള്ളിങ്ങിനകത്ത് വരുന്നുണ്ട്. സൈബർ ബുള്ളിങ് ക്യാൻ സീരിയസ്ലി അഫക്റ്റ് വിക്ടിംസ്, കോസിങ് ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ ട്രോമ. സ്വാഭാവികമായിട്ടും ഇത് ആളുകൾക്ക് വലിയ തരത്തിലുള്ള ഇമോഷണലും സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. പലപ്പോഴും നമുക്കറിയാം, ഒരുപക്ഷെ സിനിമക്കാരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഓൺലൈൻ ഹരാസ്മെൻ്റ് ഒക്കെ നേരിടുന്നതിനെ കുറിച്ചിട്ട് പലരും പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമുക്കറിയാൻ തന്നെയാണ്. Although laws such as the Information Technology Act 2000 and related cyber security regulations exist in India, offenders often escape punishment because they hide behind anonymous identities. ഇനി ഇന്ത്യയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളെല്ലാം ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, അതുപോലെ തന്നെ ഡാറ്റ പ്രൊട്ടക്ഷൻ റൂൾസ് ഓഫ് 2011 തുടങ്ങിയിട്ടുള്ള നിയമങ്ങളൊക്കെ ഈ ഒരു സൈബർ ഹരാസ്മെൻറ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത് ആരാന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഇതിൽ വിക്ടിംസിൻ്റെ പ്രശ്നം. കാരണം പലപ്പോഴും ഫേക്ക് അക്കൗണ്ടുകൾ, ഫേക്ക് ഐഡികളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് പലരും പിടിക്കപ്പെടാതെ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ സൈബർ പോലീസ് തന്നെ പരിശോധിച്ചുകൊണ്ട് ആരാണ് ഫേക്ക് അക്കൗണ്ട് ആയാലും അത് ആരാണ് കണ്ടുപിടിക്കേണ്ട സംവിധാനമൊക്കെ ഇപ്പോൾ ഉണ്ട്, നമുക്കറിയാം. ഓക്കെ.
Therefore, both users and online platforms must remain vigilant to prevent cyber abuse. അപ്പോൾ ഇവിടെ ഒന്ന് ഈ സൈബർ സ്പേസ് യൂസ് ചെയ്യുന്ന ആളുകളും മറ്റൊന്ന് ഇത്തരം പ്ലാറ്റ്ഫോമുകളും, അതായത് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ കമ്പനികളാണെങ്കിലും ഇവിടെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ ഇത് ശ്രദ്ധിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് യൂസേഴ്സിന്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുന്നു. The passage concludes by stressing the shared responsibility of individuals and technology companies in creating safer online spaces. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ളൊരു സേഫ് ആയിട്ടുള്ള ഓൺലൈൻ സ്പേസ് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരേ സമയത്ത് യൂസേഴ്സിൻ്റെയും അതേ സമയത്ത് തന്നെ ഈ സോഷ്യൽ മീഡിയ കമ്പനികളുടെയും കൂടി ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറയുന്നു. Users should protect their personal information, strengthen privacy settings, seek legal help when necessary, and build positive online communities. ഈ യൂസേഴ്സിനെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത്. ഇനി മറ്റാരെങ്കിലും നമ്മളോട് റെസ്പെക്ട്ഫുൾ അല്ലാത്ത രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ അത്തരം കാര്യങ്ങളെ നമ്മൾ അധികാരികളെ അറിയിക്കുക, അതോറിറ്റിയെ അറിയിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ യൂസേഴ്സിന് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യങ്ങൾ. Then, social media companies, on the other hand, should establish clear guidelines, improve security measures, respond quickly to complaints, and regulate fake accounts. ഇനി സോഷ്യൽ മീഡിയ കമ്പനികൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, അവർ ക്ലിയർ ഗൈഡ് ലൈൻസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ സെക്യൂരിറ്റി മെഷേഴ്സ് അവർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ റെഗുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നു. നമുക്കറിയാം, പലപ്പോഴും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഈ കുറ്റകൃത്യങ്ങളൊക്കെ പലപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ അത് കാരണം അത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക. പിന്നെ മറ്റൊന്ന് പറയുന്നത്, ഇത്തരം സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു ഏജ് വെരിഫിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പ്രോബ്ലമൊക്കെ ഉണ്ട്. നമുക്കറിയാം, ഇവരുടെ ഒരു ഗൈഡ് ലൈനിൽ പറയുന്നത് 15-16 വയസ്സൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനുള്ള അനുമതിയായിട്ടുള്ളൊരു പ്രായം എന്ന് പറയുന്നത്. പക്ഷേ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തെറ്റിച്ച് കൊടുത്തുകൊണ്ട് അതിന് മുൻപേ തന്നെ കുട്ടികളൊക്കെ അക്കൗണ്ട് തുടങ്ങുകയും പിന്നീട് കുട്ടികൾ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് പോകുന്നതിൻ്റെയൊക്കെ വാർത്തകളൊക്കെ നമുക്ക് കേൾക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇവരുടെ നിയമങ്ങൾ പോലും ഈ കമ്പനികൾ കറക്റ്റായിട്ട് പാലിക്കുന്നില്ല എന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ അത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി അവർ ക്ലിയർ ആയിട്ട് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഒരു സജഷനായിട്ട് പറയുന്നത്. Only through responsible behavior and effective platform management can cyberspace remain safe, respectful and beneficial for everyone. അപ്പോൾ ഇത്തരത്തിൽ ഈ കമ്പനികളുടെ ഭാഗത്ത് നിന്ന് എഫക്റ്റീവായിട്ട് അവരിത് മാനേജ് ചെയ്യുകയും ഇനി യൂസേഴ്സ് അത് കൃത്യമായിട്ട് റെസ്പെക്ട്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്താലാണ് ഈ സൈബർ സ്പേസിനെ നമുക്കൊരു സേഫ് സ്പേസ് ആക്കി മാറ്റാൻ സാധിക്കുക എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.